നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF-നെ നയിക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണോ മത്സരിക്കാതെയാണോ നയിക്കുക എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ തവണ കർശനമാക്കിയ 2 ടേം വ്യവസ്ഥ ഇത്തവണ എടുത്തുകളയാനാണ് നേതൃതലത്തിലെ ധാരണ. ഘടകകക്ഷികളിൽ നിന്ന് ചില സീറ്റുകൾ ഏറ്റെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പുതുതലമുറയ്ക്കൊപ്പം പരിചയസമ്പന്നരെ കൂടി കളത്തിലിറക്കി ഭരണം ഹാട്രിക്ക് തികയ്ക്കുകയാണ് CPIM ലക്ഷ്യം. കഴിഞ്ഞ തവണ മാറി നിന്ന തോമസ് ഐസക്കും EP ജയരാജനും പ്രദീപ് കുമാറുമെല്ലാം വീണ്ടും മത്സരിക്കും. P ശശിയെയും മത്സരത്തിനിറക്കാൻ ആലോചനയുണ്ട്. 2 ടേം വ്യവസ്ഥ എടുത്തു കളയുന്നതോടെ KK ശൈലജ, AN ഷംസീർ തുടങ്ങിയ നേതാക്കൾക്കും മത്സരിക്കാനാകും. മന്ത്രി AK ശശീന്ദ്രനിൽ നിന്ന് എലത്തൂർ സീറ്റും കടന്നപ്പള്ളി രാമചന്ദ്രനിൽ നിന്ന് കണ്ണൂർ സീറ്റും CPIM ഏറ്റെടുത്തേക്കും. കുട്ടനാട് സീറ്റ് തോമസ് കെ തോമസിന് ഇനിയും നൽകാനുള്ള സാധ്യത കുറവാണ്. മുഖ്യമന്ത്രി പ്രചാരണം നയിക്കുമെന്ന് ഉറപ്പാണെങ്കിലും ധർമ്മടത്ത് നിന്ന് വീണ്ടും മത്സരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്നില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയെ ആര് നയിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തൽ CPIM-ന് അത്ര എളുപ്പമായിരിക്കില്ല. തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ് റിപ്പോർട്ടർ.